നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ കുമാർ. ഞാൻ ഇവിടുത്തെ ഡയറക്ടർ ഓഫ് സെയിൽസ് ആണ്. ഞാൻ ക്ലസ്റ്റർ രാവിസ് കടവും കാലിക്കറ്റിൻ്റെയും ക്ലസ്റ്ററാണ്. ബേസിക്കലി എനിക്ക് രണ്ട് പ്രോപ്പർട്ടിയാണ് കാലിക്കറ്റ് ഉള്ളത്. ഒന്ന് റിസോർട്ടാണ്, ഒന്ന് ബിസിനസ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മുടെ കടവ് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ റിസോർട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് 13 കിലോമീറ്റർ മാത്രമുള്ള ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റിസോർട്ട്സ് ഇൻ ഇന്ത്യ ഇറ്റ്സെൽഫ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ കയറി വരുമ്പോൾ സമയത്ത് തന്നെ നമുക്കൊരു കേരള സ്റ്റൈൽ ആർക്കിടെക്ചർ, നാലുകെട്ട് സ്റ്റൈല്, പിന്നെ ഒരു അറബിക് ടച്ച്, പോർച്ചുഗീസ് സ്റ്റൈൽ, ഈ ഓൾ ബിൽഡിംഗ് ഒരു ബ്ലെൻഡഡ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ കയറുമ്പോൾ തന്നെ. പിന്നെ അത് മാത്രമല്ല, കയറി വരുമ്പോൾ സമയത്ത് യു ഡോണ്ട് ഫീൽ സിറ്റിംഗ് ഇൻ ദ കമ്മിങ് ടു ദ ഹോട്ടൽ, യു സീസ് ഓഫ് കമ്മിങ് ടു ദ ഹോം. കംപ്ലീറ്റ്ലി ഫുള്ള് ഗ്രീനറിയും റിലാക്സ്. നമ്മൾ കൂടുതൽ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ റൂമിനെക്കാട്ടും സ്പെൻഡ് ചെയ്യുക നമ്മുടെ ലോബിയും നമ്മുടെ പരിസരങ്ങളും ഒക്കെയാണ് കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുക. ഒരു 9 ഏക്കർ ലാൻഡുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഹ്യൂജ് പ്രോപ്പർട്ടിയാണിത്. നമ്മുടെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, നമുക്ക് ഹെലിപ്പാഡ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള സ്വന്തം ഹെലിപ്പാഡ് ഉണ്ട്, പിന്നെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്കുണ്ട്. അങ്ങനെ ഒത്തിരി. പിന്നെ നമ്മുടെ ബാറ് നോക്കി കയറി കഴിഞ്ഞാൽ ഒരു ബോട്ടിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഉണ്ടാവും, അതേമാതിരി അതിൻ്റെ സീലിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഒരു തീം ബേസ്ഡ് ബാറാണ് നമ്മുടെ. അതേമാതിരി നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരികയാണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് റൂം കാറ്റഗറിയാണ് ഉള്ളത്. ഒന്നാമത് സ്റ്റാൻഡേർഡ് റൂം, പിന്നെ റിവർ വ്യൂ റൂം, അതായത് ചാലിയാറിനോട് നമ്മുടെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ചാലിയാർ റിവർ ഫേസ് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കോട്ടേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റിവറിനോട് കുറച്ചും കൂടെ അടുത്തോട്ടായിട്ടുള്ള റൂംസാണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഓരോ റൂമിനും ഓരോ സ്റ്റോറീസ് മാതിരിയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാഷനോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. കാരണം അവർക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ. ഇത് ഓൾമോസ്റ്റ് ഒരു 30 years ഓൾഡ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇത്രയും നല്ല പുതിയ പ്രോപ്പർട്ടിയാണെന്ന് ഫീൽ ചെയ്യും. കാരണം അത്ര നമ്മുടെ ഹൗസ് കീപ്പിംഗ് ആയതുകൊണ്ട് നമ്മുടെ സർവീസ് ആയാലും ശരി, ഫുഡ് ആയാലും ശരി, ഒക്കെ നമ്മൾ ആ ഇൻ്റർനാഷണൽ ലെവലിൽ കീപ്പപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് ഒത്തിരി ക്രൂസ് ഉണ്ട്, നമുക്ക് ഒത്തിരി അറബ്സ് ഉണ്ട് ഇവിടെ. പിന്നെ പുറത്തുനിന്ന് യൂറോപ്യൻ ഗസ്റ്റ് വരാറുണ്ട്. ഇതൊക്കെ ആൾക്കാർക്ക് എപ്പോഴും വൺസ് ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആൾക്കാർക്ക് വരാനുള്ള താല്പര്യമുള്ളൂ. കാരണം നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഫുഡ് ഫാക്ടർ വലിയൊരു ഘടകമാണ്. പിന്നെ നമ്മുടെ ആംബിയൻസ്, അതാണ് മെയിൻ. നമ്മുടെ വരുമ്പോൾ സമയത്ത് തന്നെ സാറിന് മനസ്സിലാവും ഞാൻ എന്താണ് സംസാരിക്കുന്നുള്ളത്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ കയറി വരുമ്പോൾ സമയത്ത് യു ഫീൽ ദാറ്റ് യു ആർ കമ്മിങ് ടു ദി നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ മാതിരിയാണ്. യു ഫീൽ ലൈക്ക് ദാറ്റ്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു റിസോർട്ടിലോട് വരുന്ന ഫീലല്ല, യു ഫീൽ ദാറ്റ് ഈസ് സംതിങ്, ഒരു ഡിവൈൻ ഒരു ഫീലാണ്. പിന്നെ നമ്മുടെ വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദം നമ്മുടെ വലിയ ഫേമസ് ആണ്. നമുക്ക് ഒത്തിരി ഗസ്റ്റുകൾ എല്ലാ വർഷവും പുറത്തുള്ള കൺട്രീസിൽ നിന്ന്, ഇത്യോപ്യ, കെനിയ എന്നൊക്കെ വരാറുണ്ട്. നമ്മുടെ തെറാപ്പിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ പാരമ്പര്യം അവരെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ട്രഡീഷണലാണ്. നമ്മൾ പുറത്ത് ഒരു വർഷം 6 മാസം നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ ഓരോ സ്റ്റാഫും 20-25 വർഷം നിൽക്കുന്ന. നമ്മുടെ പ്രോപ്പർട്ടിക്ക് എത്ര പ്രായമുണ്ടോ അത്ര തന്നെ നമ്മുടെ അവരിപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതിന് മനസ്സൊരു തൊട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഗസ്റ്റിന് അവർക്ക് ഫീൽ ചെയ്യും. അതായത് ഇത്ര നല്ല അവരെന്നെ ചെയ്യണമെന്ന് അവർ പറയും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് ആക്ച്വലി. ഇപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുമ്പോൾ സമയത്ത്, പ്രത്യേകിച്ച് കെനിയെന്നും ഇത്യോപ്യയെന്നൊക്കെ വരുമ്പോൾ സമയത്ത് എല്ലാ വർഷവും നമുക്ക് സ്ഥിരമായിട്ട് ഗസ്റ്റുകൾ വരാറുണ്ട്. ആയുർവേദത്തിൻ്റെ എസ്പെഷ്യലി ആയുർവേദത്തിന് വലിയ ഒരു സെഗ്മെൻറ്റാണ് രാവിസ് കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആയുർവേദത്തിന് നമ്മൾ ഭയങ്കര ഹിപ്പാണ്. നമുക്ക് ആയുർവേദം ഉണ്ട്, വെസ്റ്റേൺ സ്പായും ഉണ്ട്. അവിടുത്തെ സ്വീഡിഷും ബെർലിനീസും ഒക്കെ ചെയ്യാം. അതിൻ്റെ കൂടുതൽ ആയുർവേദത്തിലെ ട്രീറ്റ്മെൻറ്റുകളും ചെയ്യാം. പിന്നെ അത് മാത്രമേ നമ്മൾ നമ്മുടെ പിന്നെ വേറൊരു USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരെയും നമ്മുടെ പ്രത്യേകിച്ച് കന്നഡ സഹോദരന്മാരെ ഇങ്ങോട്ട് വിളിക്കും. നമ്മുടെ രാവിസ് പ്രോപ്പർട്ടിയിലോട്ട് നമ്മുടെ 2 പ്രോപ്പർട്ടി ഉണ്ട്, കാലിക്കറ്റും കടവും ഉണ്ട്. നിങ്ങൾ കോർപ്പറേറ്റായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രാവിസ് കാലിക്കറ്റ് ഉപയോഗിക്കാം, കടവ് ഉപയോഗിക്കാം. 2 പ്രോപ്പർട്ടി ഉണ്ട് കാലിക്കറ്റിൽ. പിന്നെ നിങ്ങൾ ഇപ്പോൾ വയനാട്ടിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ അടുത്ത ഒരു 73 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഇവിടുന്ന് നിയറസ്റ്റ് എയർപോർട്ട് 13 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി കാണാനുള്ള സംഗതിയുണ്ട്. നമ്മൾ ജസ്റ്റ് റിസോർട്ട്
മാത്രമല്ല, ഇപ്പം നേരെ മറിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ സമയത്ത് നമ്മുടെ ഉരു ഉണ്ട്. ആ ഉരു എന്ന് പറഞ്ഞാൽ 10,000-2,000 വർഷം പഴക്കമുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രഡീഷൻ ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴും അവിടെ നമ്മുടെ ബേപ്പൂർ എന്ന സ്ഥലത്ത് ഇതുണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇതിപ്പോൾ പണ്ട് കാലത്തൊക്കെ ട്രാൻസ്പോർട്ടേഷനും ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഈ സാധനങ്ങളിപ്പോൾ വാങ്ങുന്നത് അറബ്സാണ് വാങ്ങുന്നത്, അതായത് റോയൽ ഫാമിലീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഖത്തർ നമ്മുടെ ഫീഫ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട് ഖത്തറിൽ. അപ്പോൾ അവരെ കപ്പ് നമ്മുടെ ഈ ഉരുവിലാണ് അവർ പിന്നെ ഖത്തർ മൊത്തം അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉരു എന്ന് പറഞ്ഞാൽ മോർ ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് ആർട്ട്. അവരിപ്പോൾ റോൾസ് റോയ്സ് എഞ്ചിനായാലും ബോയിങ്ങിൻ്റെ പിന്നെ ഡാമിയോ ക്രസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ മോൾഡും അതിൻ്റെ പ്ലാറ്റ്ഫോമും നമ്മുടെ സെയിം ഉരു തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ബീച്ച്, ഈ കാപ്പാട് ബീച്ച് വേൾഡ് ബെസ്റ്റ് തേർഡ് സാൻഡ് ബീച്ചാണ് ബെസ്റ്റ് ലോകത്തിൽ. പിന്നെ നമ്മുടെ കാലിക്കറ്റ് ബീച്ച്, ഇത്ര ബ്യൂട്ടിഫുൾ ബീച്ച് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചസ് ആണ്. പിന്നെ അതേമാതിരി നമ്മുടെ കാപ്പാട് എന്നുള്ള സ്ഥലമാണ് ആക്ച്വലി ബ്രിട്ടീഷേഴ്സിന് ഒരു വഴി കാണിച്ചു കൊടുത്തത്, ഹൗ ടു കം ടു ഇന്ത്യ. ഇപ്പോൾ ഇങ്ങനത്തെ 1498 സംഭവമാണ്. അതിപ്പോഴും അതിൻ്റെ സാധനങ്ങളും ഒക്കെ അവിടെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഓൾസോ. പിന്നെ നമുക്ക് ക്ഷേത്രങ്ങളുടെ ഒരു സ്ഥലമാണിത്. പിന്നെ ക്ഷേത്രങ്ങളും ആവാം, പള്ളികളാവാം, ചേർച്ചുകളുള്ള ഒരു മതമൈത്രിയുള്ള സ്ഥലങ്ങളുമാണിത്. ഇപ്പം നമുക്ക് എന്താണ് മഹാദേവ ശിവക്ഷേത്രമുണ്ട് ഇവിടെ. പിന്നെ അതേമാതിരി നമ്മുടെ ഈ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള മുസ്ലിം പള്ളിയുണ്ട് ഇവിടെ. അത് പണ്ട് പോർച്ചുഗീസുകാർ പിന്നെ കത്തിച്ച പള്ളിയാണ്. അത് ഏറ്റവും ബിഗ്ഗസ്റ്റ് പള്ളികളിൽ ഒന്നാണത്. അത് സാമൂതിരിയാണത് പിന്നെ അത് പണി തീർത്ത് കൊടുത്തത്. റീബിൽഡ് ചെയ്ത സാമൂതിരിയാണ്. അന്നത്തെ കാലത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതേമാതിരി ചർച്ച് ആണെങ്കിലും അതേമാതിരി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചർച്ചസ് ഓൾസോ CSI കാത്തീഡ്രലൊക്കെ കാണാൻ പറ്റും. ഒത്തിരി സാധനങ്ങൾ കാണാനുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരാൾ. പിന്നെ അലുവ, പിന്നെ ഞാൻ പറയണ്ടല്ലോ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വേർഡ് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് എന്താണ്, ഫുഡ് ഫാക്ടർ. ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരികയാണെങ്കിൽ എപ്പോഴും പുറത്ത്, എന്തിനാണ് ഞാൻ പറയുന്നത്, പുറത്തല്ല കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ ലോക്കൽ എടുക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർ ദൂരെ നിന്നൊക്കെ കോഴിക്കോട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ കോൺഫറൻസ് ആയാലും ശരി എന്തിനാണെങ്കിലും അതൊക്കെ മനസ്സിലൊരു സന്തോഷമാണ്. കാരണം നല്ല ഭക്ഷണം കിട്ടും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതും ഒരു വലിയൊരു ഘടകമാണ് ഫുഡ് ഫാക്ടർ. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ആൾക്കാരും എൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഹോട്ടൽ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഇപ്പോൾ നമുക്ക് 4 പ്രോപ്പർട്ടി ഉണ്ട് കേരളത്തിൽ. 4 പ്രോപ്പർട്ടി ഉണ്ട്. അത് കോവളത്ത് ഒന്നുണ്ട്, അത് ലീല രാവിസ് കോവളം, ലീല രാവിസ് അഷ്ടമുടി ഉണ്ട്. അത് ഓൺഡ് ബൈ രാവിസ് ആണ്, പക്ഷെ മാനേജ് ബൈ ലീലയാണ്. കാലിക്കറ്റിൽ അതേമാതിരി 2 പ്രോപ്പർട്ടി ഉണ്ട്. അത് ഒന്ന് കടവും ഒന്ന് രാവിസ് കാലിക്കറ്റും. രാവിസ് കാലിക്കറ്റും. ഈ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി കാലിക്കറ്റിൽ ബിസിനസ് പ്രോപ്പർട്ടി ആണെങ്കിൽ തന്നെ നമ്മൾ റൂംസ് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൂംസാണ്. 480 സ്ക്വയർ ഫീറ്റാണ്. ഇപ്പോൾ നമുക്ക് 2 പ്രോപ്പർട്ടീനെ പറയുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് എത്ര പറഞ്ഞാൽ മതിയാവാത്ത കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു പ്രോപ്പർട്ടിക്ക് അവകാശപ്പെട്ടാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് രാവിലെ കാലിക്കറ്റ് ആയാലും ശരി കടവായാലും ശരി നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര ബ്യൂട്ടിഫുൾ റിസോർട്ട്സും പ്രോപ്പർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് ಯು. ನಾನು ಆಲ್ವಿನ್ ಡಿಸೂಜ. ನಮ್ಮ ದಕ್ಷಿಣ ಭಾರತದ ದಕ್ಷಿಣ ಭಾಗಕ್ಕೆ ಬಂದರೆ ಕಡೆಗೆ ಸಿಗುವ ರಾಜ್ಯವೇ ಕೇರಳ ರಾಜ್ಯ. ಕೇರಳ ರಾಜ್ಯವು ಸಮುದ್ರ ತೀರದಿಂದ ಹಾಗೂ ನದಿಗಳಿಂದ ಕೂಡಿದ ಪ್ರದೇಶವಾಗಿದ್ದು ಈ ರಾಜ್ಯಕ್ಕೆ ದೇವರ ನಾಡು ಅಂತ ಹೇಳ್ತಾರೆ. ಇದಕ್ಕೊಂದು ವೈಶಿಷ್ಟ್ಯತೆ ಸಹ ಉಂಟು. ನಮ್ಮ ಸಂಸ್ಕೃತಿ ನೋಡಿದರೆ ನಮಗೆ ಭಾರತದಲ್ಲಿ ದೇವಸ್ಥಾನಕ್ಕೆ ಒಂದು ಪ್ರಬಲತೆ ಉಂಟು, ಒಂದು ಇಂಪಾರ್ಟೆನ್ಸ್ ಉಂಟು. ಈ ಇಂಪಾರ್ಟೆನ್ಸನ್ನು ಈ ಕೇರಳ ರಾಜ್ಯವು ಉಳಿಸೋದ್ರಿಂದ ಇದುವರೆಗೆ ದೇವರ ನಾಡು ಅಂತ ಹೇಳ್ತಾರೆ. ಇಲ್ಲಿ ಅನೇಕ ದೇವಸ್ಥಾನಗಳು ಪ್ರಾಚೀನ ಕಾಲದ ಅರಸರ ಕಾಲದ ದೇವಸ್ಥಾನಗಳು ಇಂದಿಗೂ ಇವೆ ಮತ್ತು ವಿಶೇಷವಾಗಿ ಇಲ್ಲಿಯ ಜನರು ಆರಾಧನೆ ಮತ್ತು ದೇವರ ಸ್ತುತಿಯನ್ನು ಮಾಡ್ತಾರೆ. ಇದನ್ನು ನೋಡಲಿಕ್ಕೆ ನಿಜವಾಗಿಯೂ ಭಾರಿ ಸಂತೋಷವಾಗ್ತದೆ. ಇದನ್ನು ನೋಡುವುದು ಒಂದು ಮನೋರಂಜನೆ ಥರ ಆಗ್ತದೆ. ಯಾಕೆಂದರೆ ಈ ವಿಶೇಷ ಶೈಲಿಯನ್ನು ಅವರು ಭಾರಿ ವರ್ಷಗಳಿಂದ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಶತಮಾನಗಳಿಂದ ಪಾಲಿಸಿ ಬಂದಿದ್ದಾರೆ. ಇದು ಇಂದಿನವರಿಗೆಲ್ಲ ಮುಂದಿನ ಪೀಳಿಗೆಗೂ ಸಹ ಅವರ ಹಸ್ತಾಂತರಿಸುವ ಒಂದು ದೂರದೃಷ್ಟಿಯನ್ನು ಇಟ್ಟಿದ್ದಾರೆ. ತೆಂಗಿನ ಮರಗಳು, ಅಡಿಕೆ ಮರಗಳು, ಸಾಗುವಾಳಿ, ಕೃಷಿ ಅದೆಲ್ಲ ನೋಡಿದರೆ ನಿಜವಾಗಿ ನಮ್ಮ ಕೃಷಿ ಪ್ರಧಾನವಾದ ಭಾರತಕ್ಕೆ ಒಂದು ನೈಜ ಕಲೆಯನ್ನು ಕೊಟ್ಟಿದೆ ಅಂತ ಹೇಳಬಹುದು. ಕಲ್ಲಿಕೋಟೆ, ಈ ಕ್ಯಾಲಿಕಟ್ ಅಂತ ಹೇಳ್ತಾರೆ.
ಇದು ಬ್ರಿಟಿಷರ ಕಾಲದಲ್ಲಿ ಕ್ಯಾಲಿಕಟ್ ಅಂತ ಹೆಸರು ಬಂತಂತೆ. ಇದಕ್ಕೆ ಬೇರೆ ಒಂದು ಹಿಸ್ಟ್ರಿ ಉಂಟು. ಆದರೆ ನಾವೀಗ ಇರುವುದು ಇದೇ ಕ್ಯಾಲಿಕಟ್ಟೆಯಲ್ಲೇ ಒಂದು ಹೋಟೆಲಲ್ಲಿ. ಈ ಹೋಟೆಲು ಇದು ಹೋಟೆಲ್ ಅಲ್ಲ, ಒಂದು ದೇವಸ್ಥಾನದ ಆವರಣ ಅಂತ ಹೇಳ್ಬೋದು. ಯಾಕೆಂದರೆ ಇಲ್ಲಿ ಹಲವಾರು ಕಟ್ಟಡಗಳಿವೆ. ಈ ಹಲವಾರು ಕಟ್ಟಡಗಳು ಒಂದು ಥರದ ದೇವರ ಜ್ಞಾನವನ್ನು ಕೊಡುವ ಜಾಗವಾಗಿದೆ. ಏಕೆಂದರೆ ಅಲ್ಲಿ ಇಲ್ಲಿ ಮರಗಳು, ಅದು ಸಹ ಮರಗಿಡಗಳು ನಮ್ಮ ಆರೋಗ್ಯಕ್ಕೆ ಅಥವಾ ಆಯುರ್ವೇದಿಕಕ್ಕೆ ಸಂಬಂಧಪಟ್ಟದ್ದಾಗಿದೆ. ಅದಲ್ಲದೆ ಈ ಸಸ್ಯಗಳ ಕೆಳಗಡೆ ಆ ಸಸ್ಯಗಳ ಹೆಸರು ಮತ್ತು ಆ ಸಸ್ಯಗಳ ಫಲ ಕೊಡುವ ಅಥವಾ ಅದರ ವೈಶಿಷ್ಟ್ಯವನ್ನು ಬರೆದಾಕಿದ್ದು ಒಂದು ವಿಶೇಷವಾಗಿದೆ. ಯಾಕೆಂದರೆ ಅನೇಕ ಹೊರನಾಡಿನವರು ಬರ್ತಾರೆ, ಅದನ್ನು ಓದಲಿಕ್ಕೆ ಮತ್ತು ಅನುಭವ ಪಡಲಿಕ್ಕೆ ಇದೊಂದು ಭಾರಿ ಒಂದು ಒಳ್ಳೆಯ ಸ್ಥಿತಿ ಅಂತ ನಾನು ಹೇಳ್ತೇನೆ. ಇಲ್ಲಿ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲ್ ಉಂಟು ನೋಡಿ, ಒಂದು ಒಳ್ಳೆಯ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲ್, ಭಾರಿ ಒಂದು ಆಕೃತಿ ಮಾಡಿದ್ದಾರೆ. ಇದರ ಹಿಂದೆ ಏನಾದರೂ ವೈಶಿಷ್ಟ್ಯತೆ ಇದೆ ಅಂತ ನನಗೆ ಅನಿಸ್ತದೆ. ಇಲ್ಲಿ ಹಿನ್ನೀರು ನಿಂತ ದೊಡ್ಡ ದೊಡ್ಡ ಕೆರೆಗಳಿವೆ. ಸ್ವಲ್ಪ ಮುಂದಕ್ಕೆ ಹೋದರೆ ಅಲ್ಲಿ ನದಿ ಸಹ ಉಂಟು. ಈ ಕಡೆ ಪಶ್ಚಿಮಕ್ಕೆ ನೋಡಿದರೆ ಇಲ್ಲಿ ಅರಬ್ಬಿ ಸಮುದ್ರ ಉಂಟು. ಈ ಅರಬ್ಬಿ ಸಮುದ್ರದ ವಾತಾವರಣ ನಿಜವಾಗಿ ನಮಗೆ ಒಂದು ಹೆಮ್ಮೆಯ ವಾತಾವರಣ ಆಗಿದೆ. ನಮ್ಮ ಭಾರತದಲ್ಲಿ ಇಂಥ ಒಂದು ರಾಜ್ಯದಲ್ಲಿ, ಇಂಥ ಒಂದು ಸಿಟಿಯಲ್ಲಿ, ಇಂಥ ಒಂದು ಜಾಗದಲ್ಲಿ ಅಂದಿನವರು, ಇಂದಿನವರು, ಮುಂದಿನ ಪೀಳಿಗೆಗೆ ಇಟ್ಟ ಒಂದು ದೊಡ್ಡ ಒಂದು ಆಸ್ತಿಯಾಗಿದೆ. ಇದನ್ನು ನೋಡಲಿಕ್ಕೆ ಭಾರಿ ರಮಣೀಯವಾಗಿದೆ. ಇಂಥ ಸಂದರ್ಭ ನಮಗೆ ಸಿಗುವುದು ಭಾರಿ ಅಪರೂಪ. ನೀವು ಸಹ ಯಾರು ಇಲ್ಲಿ ಬರಲಿಲ್ವಾ, ಕ್ಯಾಲಿಕಟ್ನಲ್ಲಿ ಈ ಹೋಟೆಲಿಗೆ ಬರಲಿಲ್ವಾ, ಬನ್ನಿರಿ, ನೋಡಿರಿ. ಹಣ ಬರ್ತದೆ ಹೋಗ್ತದೆ ಅಂತ ಇಂಥ ಸಂದರ್ಭಗಳು ಸಿಗುವುದು ಭಾರಿ ಅಪರೂಪವಾಗಿದೆ. ಜೀವನದಲ್ಲಿ ಒಂದೆರಡು ಸಾರಿಯಾದರೂ ಇಲ್ಲಿ ಬಂದು ಇಲ್ಲಿಯ ವೈಶಿಷ್ಟ್ಯತೆಯನ್ನು ನೋಡುವುದು ನಮ್ಮ ಭಾಗ್ಯವಾಗಿದೆ. ಅದನ್ನು ನಾವು ಸದುಪಯೋಗಗೊಳಿಸೋಣ. ನಮಸ್ಕಾರಗಳು. ಇದು ನಿಜವಾಗಿ ಒಂದು ಪ್ರಾಚೀನ ಕಾಲದ ಕಟ್ಟಡದಾಗ ಆಗಿದೆ. ಯಾಕೆಂದರೆ ಇಲ್ಲಿಯ ಕಲ್ಲುಗಳು ಒಂದು ವಿಶೇಷ ರಾಜರ ಕಾಲದ ಮುರಕಲ್ಲು, ಇಲ್ಲಿಯ ಮಣ್ಣಿನಲ್ಲಿಯೇ ಬೆಳೆದ ಕಲ್ಲುಗಳು. ಇಂಥದನ್ನು ಕ್ರಾಫ್ಟ್ ಮಾಡಿ ಇಲ್ಲಿ ಒಂದು ಜೋಡಣೆಯನ್ನು ಮಾಡಿದ್ದಾರೆ. ಇಡೀ ಕಟ್ಟಡಕ್ಕೆ ಅಂದಿನ ಕಾಲದ ಮರದ ದಿಮ್ಮಿಗಳನ್ನು ಬಳಸಿ ಬ್ರಿಟಿಷರ ಕಾಲದ, ರಾಜರ ಕಾಲದ ಎಂಥ ಶೈಲಿಯನ್ನು ಇಂದಿಗೂ ಇವರು ಉಳಿಸಿಕೊಂಡಿದ್ದಾರೆ. ಇದನ್ನು ಇಂದಿನ ಪೀಳಿಗೆಗೆ ಅಲ್ಲ, ಇಲ್ಲಿ ನೂರಾರು ಮಂದಿ ದಿನನಿತ್ಯ ಕೆಲಸಕ್ಕೆ ಬರ್ತಾರೆ. ಇಂಥವರಿಗೆ ಒಂದು ಕೆಲಸ ಕೊಡುವ
ಅಥವಾ ಉದ್ಯೋಗವನ್ನು ಸೃಷ್ಟಿಸುವ ಒಂದು ಉದ್ಯಮ ಇದಾಗಿದೆ. ಇಂಥ ಉದ್ಯಮಗಳು ನಮ್ಮ ಭಾರತದಲ್ಲಿ ಬರಬೇಕು. ಹೊರಗಿನ ಅಮೇರಿಕ, ಕೆನಡಾದ ಜನರು ಇಲ್ಲಿ ಬರಬೇಕು ಮತ್ತು ಇಲ್ಲಿಯ ವೈಶಿಷ್ಟ್ಯತೆಯನ್ನು ನೋಡಬೇಕು. ಯಾಕೆಂದರೆ ಸ್ಪೇನ್, ಇಟಲಿ, ಜರ್ಮನಿ ಅಥವಾ ಇನ್ಯಾವ ರಾಷ್ಟ್ರಕ್ಕೆ ನಾವು ಹೋದರೆ ಇಂಥ ಸೊಬಗು ನಮಗೆ ನೋಡಲಿಕ್ಕೆ ಸಿಗುವುದಿಲ್ಲ. ಅಲ್ಲಿ ಅವರ ಶೈಲಿಗಳು, ಅಲ್ಲಿ ವಾತಾವರಣ ಹೇಗೆ ಇದೆಯೋ ಅವರಿಗೆ ಅದು ವಿಶಿಷ್ಟತೆ, ಅದು ನಮಗೂ ಸಹ ವಿಶಿಷ್ಟತೆ ಅಲ್ಲಿ ಹೋಗುವಾಗ. ಆದರೆ ಇಲ್ಲಿಯ ವಿಶಿಷ್ಟತೆ ನಮಗೆ ಮಾತ್ರ ಅಲ್ಲ, ಹೊರ ದೇಶಗಳಿಂದ ಬಂದವರಿಗೆ ಜನರಿಗೆ ಸಹ ಅಲ್ಲಿಯ ನಾಗರಿಕರಿಗೆ ವಿಶೇಷವಾಗಿದೆ. ಇಲ್ಲಿ ಎಷ್ಟೋ ಯುರೋಪಿಯನ್ನವರು ಬರ್ತಾರೆ, ಇಲ್ಲಿ ಇದರ ಸೌಂದರ್ಯ ನೋಡ್ತಾರೆ. ಆದರೆ ಭಾರತೀಯರಾದ ನಾವು ಎಷ್ಟು ನೋಡ್ತೇವೆ ನಮ್ಮ ಸೌಂದರ್ಯವನ್ನು, ಅದು ನಮಗೆ ಮುಖ್ಯವಾಗಿದೆ. ಇದನ್ನು ನೀವು ಬನ್ನಿ ಗಮನಿಸಿ ಮತ್ತು ಇತರರಿಗೂ ಸಹ ಹೇಳಿ. ಆಗ ನಾವು ಮಾಡುವುದು ದೇಶ ಪ್ರೇಮ ಹೇಗೆ ಅಂತ ನಮಗೆ ಗೊತ್ತಾಗ್ತದೆ.